ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഓഗസ്റ്റ് 25 വിശുദ്ധ ലൂയിസ് ഒമ്പതാമൻ ഫ്രാൻസിലെ പോസ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1214 1270 അദ്ദേഹം മരിച്ചത്. ലൂയിസ് എട്ടാമൻ്റെയും കസ്റ്റല്ലയിലെ ബ്ലാൻഷയുടെയും മകനായിരുന്നു ലൂയിസ് ഒമ്പതാമൻ. 12ാം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അമ്മയുടെ സഹായത്തോടെയാണ് രാജ്യം ഭരിച്ചത്. പോലീസിൻ്റെ ഈ 3ാം മുറ എന്ന പരിപാടി രാജ്യത്ത് നിർത്തലാക്കിയത് അദ്ദേഹമാണ്. 3ാം മുറയിലൂടെ അല്ല ഈ പോലീസ് കുറ്റം തെളിയിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. സ്വകാര്യ യുദ്ധങ്ങൾ അദ്ദേഹം നിരോധിച്ചു. ചൂതുകളി, വേശ്യാവൃത്തി, പലിശയ്ക്ക് പണം കൊടുക്കൽ, ദൈവനിന്ദ, വിശ്വാസത്യാഗം, അതിപ്പം ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദുക്കൾ കല്യാണം കഴിക്കുക, മുസ്ലിംസിൻ്റെ കല്യാണം കഴിക്കുക, അതെല്ലാം ദൈവനിന്ദയായിട്ടും വിശ്വാസത്യാഗമായിട്ടും അദ്ദേഹം കണ്ടു. അതെല്ലാം നിരോധിച്ചു. രാജ്യത്ത് സമാധാനം കൊണ്ടുവരാൻ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു. രാഷ്ട്രാന്തര കാര്യത്തിലൊക്കെ നിഷ്പക്ഷത പാലിച്ചു. ചേരിചേരാ നയം എന്നാണ് അന്ന് ഒക്കെ അറിയപ്പെടുന്നത്. ഇപ്പോൾ കാര്യം നടക്കാൻ വേണ്ടി ഏത് ചേരിയും ചേരാമെന്നുള്ളതാണ്. അതേസമയം രാജ്യം സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ അദ്ദേഹം ചെയ്യാതിരുന്നില്ല. ഹെൻറി 3 രാജാവ് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ അതിനെതിരിടാൻ ഇംഗ്ലണ്ടിലേക്ക് സൈന്യത്തെ അയക്കാൻ അദ്ദേഹം നിർബന്ധനായി. 1542 ഹെൻറിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. സൈന്യം പിടിച്ചെടുത്ത സ്ഥലമെല്ലാം പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുത്തു. പല സ്ഥലത്തും സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചു. 2 കുരിശു യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. എന്നാൽ പിടിക്കപ്പെടുകയും തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്തു. 7ാം കുരിശുയുദ്ധത്തിൻ്റെ ആരംഭത്തിൽ 1270 അദ്ദേഹം മരിച്ചു. 1297 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കുരിശുയുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് മുസ്ലിംസ് ആണ് യുദ്ധം തുടങ്ങിയത്, ക്രിസ്ത്യാനികളല്ല. നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട് യുദ്ധങ്ങൾ ചെയ്തു എന്ന്. ഒരിക്കലും ചെയ്തിട്ടില്ല. ഒരു മതം മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. ഒരു മതം. ആ മതം മറ്റെല്ലാ മതങ്ങളെയും യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ചെറുത്ത് നിന്നു. അതാണ് കുരിശുയുദ്ധം. അല്ലാണ്ട് കുരിശുദ്ധം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്യുമ്പോൾ ഇതല്ല. ക്രിസ്തീയ രാജ്യങ്ങൾ ആക്രമിച്ച് ക്രിസ്തീയ സ്ഥലങ്ങൾ ആക്രമിച്ച മുസ്ലിംസിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് മാത്രമാണ് കുരിശുയുദ്ധം. അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ പൗരസ്ത്യ രാജ്യങ്ങളിൽ അതിനുള്ള ഐക്യതയോടെ ഒറ്റക്കെട്ടായിട്ട് മുസ്ലിംസിനെ എതിർക്കാതിരുന്നത് കൊണ്ടാണ് ആ സ്ഥലങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾ അന്യം നിന്ന് പോയത്. ഇപ്പോഴും മുസ്ലിംസ് നമ്മളെ തരത്തിലൊക്കെ ആക്രമിക്കാൻ നോക്കുന്നു ഇല്ലേ? നമ്മുടെ ഈ സ്കൂളുകളിലെ നിസ്കാരമുറി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ നിസ്കാരമുറി ചോദിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. നിസ്കാരത്തിൻ്റെ പേരിൽ അധിനിവേശമാണ്. അത് എല്ലാവരും തിരിച്ചറിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലൂയിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത്തരം അധിനിവേശങ്ങൾക്കെതിരെ നിലകൊള്ളാനും വിശ്വാസത്യാഗത്തിനെതിരെ നിലകൊള്ളാനും വികാരിയച്ഛന്മാരെ ശ്രദ്ധിക്കണം. സന്യാസത്തിലുള്ള ശ്രമിക്കണം. ഈ മതേതരത്വം പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രം മതേതരത്വവും മറ്റെല്ലാവർക്കും മത തീവ്രവാദവും എന്നുള്ള ആ പരിപാടി അത് ശരിയല്ലല്ലോ. അതിനാൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട, വകതിരിവോടെ കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് ഈ ലൂയി 9 തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വകതിരിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തോടൊപ്പം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ആളുകൾ ജോസഫ് കലസാൻസ്, അലക്സാൻദ്രോ ദോർദി, ആൻഡ്രയ ബൊർദീനോ, അറേദിയൂസ് ഓഫ് ലിമോഗസ്, എബേ ദ എൽഡർ, എർമീനിയ ഓഫ് റെയിംസ്, Eusebius of Rome, Genesius of Arles, Genesius of Braccello, Genesius of Rome, Gennadius of Constantinople, Gerundius of Italica, Gines de la Yara, Gregory of Utrecht, Gurlos of Saint Croix, Hermes of Erothum, Hunegund of Homblieres, Julian of Syria, Julius of Erothum, Maginus, Maria del Transito da Jesus Sacramentado, Maria Truncati, Menas of Constantinople, Nemesius of Rome, Patricia of Naples, Paul Jean Jalza, Pedro de Calidis, Peregrinus of Rome, Pontian of Rome, Severus of Agde, Thomas of Hereford, Vincent of Rome, Martyrs of Japan, Ludovicus Baba, Ludovicus Sasada, Luis Caberas Sotelo, Miguel
Carvalho, Pedro Vasquez, Martes of Korea, Andreas Gim Guanghok, Petrus Gim Yong Duk, martyred in the Spanish Civil War, Andoni Prenafeta Soler, Andoni Villamasana Carulla, Eduard Cabanach Mayem, Enric Cortadeles Segura, Enric Salva Ministral, Fermi Martorell Vies, Florencio Alonso Ruiz, Fortunato Merino Vegas, Francesec Lag Candel, Francisco Garcia Balanza, Jovan Busquet Lucia, Joseph Maria Panades Tere, Juan Perez Rodriga, Luis Gutierrez Calvo, Manuel Fernandez Ferro, Miguel Graf Antoli, Pere Fares Walls, Ramon Cabanach Mayem, Salvi Tolosa Alcina, Sebasta Sonet Romeo, Thomas Diaz Diaz, Vincente Alvarez Cienfuegos, Antonianus of Vigonzone, Astancius of Vigonzone. സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബമാണ്. അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് കയ്യിൽ കുരുത്തോലയും പിടിച്ച് സ്വർഗത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്നു. അവരോടൊപ്പം നമ്മളും സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്നതാണ് നമ്മുടെ ലിറ്റേർജി, സഭയിലെ ലിറ്റേർജി. അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ പുകച്ചുരുളോടൊപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയുള്ളതാണ്. ഏക മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ചേരുകയാണ്. വെളിപാട് പുസ്തകം 8:1-4. വിശുദ്ധർ കർത്താവിന് ചെയ്ത കാര്യങ്ങൾ വിശുദ്ധരുടെ സുവിശേഷ പ്രകൃതി സ്ഥലങ്ങളിലെല്ലാം വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പ്രസ്താവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. മർക്കോസ് 14:9. ഈ തിരുവചനങ്ങളെല്ലാം വെളിച്ചത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ കൂട്ടുകുടുംബം ഓർക്കുന്നത്. നമുക്ക് അവരുടെ കൂട്ടുകുടുംബത്തോടൊപ്പം ആരാധന സംബന്ധിക്കാം, അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാം, വിശുദ്ധരാകാനുള്ള മോഹം നമുക്കുണ്ടാകാം. അവർ നമുക്ക് തന്നിരിക്കുന്ന മാതൃക പിഞ്ചെല്ലാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.